നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് രംഗം ചൂടേറുന്നു. സ്ഥാനാർത്ഥികളുടെ പര്യടനം ആരംഭിച്ചു. മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥി പോരുവഴിയിലും കൊല്ലത്തെ സ്ഥാനാർത്ഥി ചാത്തന്നൂരിലും വോട്ട് തേടി. കർഷക സമരത്തിന് ഐക്യദാർഢ്യം. ഇടതുപക്ഷ കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും. സംസ്ഥാന വ്യാപകമായി സായാഹ്ന ധർണ. പോരുവഴി മലനട ക്ഷേത്രത്തിൽ സൂര്യപൊങ്കാല. മലക്കുട മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല. മലക്കുട മഹോത്സവം 22-ന്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി CPM-ലെ M. മുകേഷിന്റെ ചാത്തന്നൂർ മണ്ഡലത്തിലെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു. കൊട്ടിയത്ത് നിന്നാണ് രാവിലെ പ്രചാരണം ആരംഭിച്ചത്. ഇവിടെ കൊല്ലം മണ്ഡലത്തിൽ ഇലക്ഷൻ നിൽക്കുകയാണ്. പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ്. വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്തെ ആ സന്തോഷവും ചിരിയും കാണുക എന്നുള്ളതാണ് ഞാനിവിടെ നേരത്തെ വന്നത്. ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും സ്വർണ്ണക്കടകളിലും ഇതര സ്ഥാപനങ്ങളിലും മുകേഷ് സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു. വഴിയരികിൽ നിന്നവരോടും മുകേഷ് വോട്ട് അഭ്യർത്ഥിച്ചു. ചില സ്ഥാപനങ്ങളിൽ മുകേഷിനെ പൊന്നാടയണിയിച്ചു. ചൂട് കനക്കും മുമ്പ് തന്നെ മുകേഷ് ചാത്തന്നൂർ മണ്ഡലത്തിൽ പരമാവധി പ്രചരണം നടത്തുകയായിരുന്നു. GS ജയലാൽ MLA, K. സേതുമാധവൻ, B. തുളസീധരക്കുറുപ്പ് എന്നിവരും മുകേഷിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. മാവേലിക്കരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി CA അരുൺകുമാർ പോരുവഴി മലനടയിൽ വോട്ട് അഭ്യർത്ഥിച്ചു. സൂര്യപൊങ്കാല നടക്കുന്ന വേളയിലാണ് സ്ഥാനാർത്ഥി മലനടയിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി CA അരുൺകുമാറാണ് പുലർച്ചെ പോരുവഴി പെരുവിരുത്തി മലനടയിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചത്. ക്ഷേത്രത്തിൽ 22-ന് നടക്കുന്ന മലക്കുട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കൊടിയേറ്റിന് സൂര്യപൊങ്കാല നടക്കുന്ന വേളയിലായിരുന്നു സ്ഥാനാർത്ഥി എത്തിയത്. ക്ഷേത്രത്തിലെത്തിയവരോടും പരിസരവാസികളോടും പൊങ്കാലയർപ്പിക്കാനെത്തിയ വിശ്വാസികളും നേരിൽ കണ്ട് ഇടതു സ്ഥാനാർത്ഥി CA അരുൺകുമാർ തനിക്ക് വോട്ട് ചെയ്യണമെന്നും വിജയത്തിനായി പ്രവർത്തിക്കണമെന്നും വോട്ടർമാരോട് നേരിട്ട് അഭ്യർത്ഥന നടത്തി. ഇടതുമുന്നണി നേതാക്കളായ B. ബിനീഷ്, പ്രിയൻകുമാർ, RS അനിൽ, സന്തോഷ്, രാധ മലനട, മനു V. കുറുപ്പ് തുടങ്ങി പ്രദേശത്തെ ഇടതുമുന്നണി നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. സമ്മതിദായക ബോധവൽക്കരണ ക്ലാസ് നടത്തി. നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് ശാസ്താംകോട്ട DB കോളേജിൽ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട ഫൈറ്റേഴ്സ് തായ്ക്കൊണ്ടോ ക്ലബ്ബും NSS യൂണിറ്റിന്റെയും സഹകരണത്തോടെയായിരുന്നു സമ്മതിദായക ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഓരോ 5 വർഷം കഴിയുമ്പോഴും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ വരുന്ന മാസങ്ങൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അത് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇതിന്റെ ഭാഗമായി ശാസ്താംകോട്ട ജംഗ്ഷനിൽ നിന്നും കോളേജിലേക്ക് ബോധവൽക്കരണ റാലിയും നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ KC പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ഏതാന്ന് ചോദിച്ചാൽ അത് തോക്കോ ലാത്തിയോ ഒന്നുമല്ല. അത് നമ്മുടെ വോട്ടവകാശം തന്നെയാണ്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഭാഗധേയം ഒക്കെ നിർണയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പൂർണ്ണമായും നമ്മൾ വിനിയോഗിക്കുക. അത് എങ്ങനെ വിനിയോഗിക്കണം, അതിന്റെ ബോധവൽക്കരണ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. രക്ഷാധികാരി S. ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കുന്നത്തൂർ തഹസിൽദാർ ജോൺ സാം മുഖ്യപ്രഭാഷണം നടത്തി. റോബിൻസൺ ക്ലാസിന് നേതൃത്വം നൽകി. ശരത് SP, അരുൺ ഷിനോജ്, ബിനോയ് ബേബി, അജയകുമാർ, ചന്ദ്രശേഖരൻ, അജിത് A, അജയൻ, സാന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊച്ചരിപ്പ വനസംരക്ഷണ സമുച്ചയത്തിൽ പട്ടികവർഗ ഊരുകളിൽ മൃഗസംരക്ഷണ ക്യാമ്പുകൾ നടത്തി. കൊച്ചരിപ്പ, ഇടപ്പണ കോളനികളിൽ പട്ടികവർഗക്കാർ വളർത്തുന്ന ഉരുക്കൾക്ക് മരുന്നും സൗജന്യ ചികിത്സയും നൽകി. മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചരിപ്പ പട്ടികവർഗ ഊരുകളിലെ മൃഗസംരക്ഷണ ക്യാമ്പിന്റെയും ഉരുക്കൾക്കുള്ള മരുന്നു ചികിത്സയുടെയും ഉദ്ഘാടനം മന്ത്രി J. ചിഞ്ചുറാണി നിർവഹിച്ചു. കുള്ളൻ പശുക്കളെ സംരക്ഷിക്കാനുള്ള പദ്ധതി സർക്കാർ നടപ്പിലാക്കുമെന്ന് മന്ത്രി കൊച്ചരിപ്പ വനസംരക്ഷണ സമുച്ചയത്തിൽ പട്ടികവർഗ ഊരുകളിലെ മൃഗസംരക്ഷണ ക്യാമ്പുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കാരണം ഈ മേഖലയിൽ വരുമ്പോൾ നമുക്കറിയാം ഒട്ടേറെ പശുക്കളുള്ള ഒരു പ്രദേശത്ത് പശുക്കളെ വളർത്തുവാനുള്ള സൗകര്യവുമുണ്ട്. പക്ഷെ പച്ചപ്പുല്ല് നല്ലതുപോലെ കിട്ടുമോ എന്ന് എനിക്ക് അറിയുള്ളൂ. കാരണം ഏറ്റവും നല്ല പശുക്കളെ വളർത്തുമ്പോൾ നമ്മൾ നല്ല ആഹാരം കൊടുക്കുന്നത് നമ്മളൊക്കെ വളർത്തുന്ന പച്ചപ്പുല്ലുകളാണ്. അത് ഈ പ്രദേശത്തൊക്കെ നമ്മൾ കണ്ടില്ല. അപ്പോൾ അതുൾപ്പെടെ നമ്മൾ കൊടുക്കേണ്ടി വന്നെങ്കിൽ മാത്രമേ ആ പശുവിന് നല്ല ആരോഗ്യമുള്ള കൂടുതൽ പാൽ തരുന്ന പശുക്കളാക്കി നമുക്ക് അതിനെ മാറ്റുവാൻ സാധ്യമാകും.
കൊച്ചരിപ്പ, ഇടപ്പണ, കടമാൻകോട്, വഞ്ചിയോട്, തെന്മല എന്നിവിടങ്ങളിൽ പരമ്പരാഗതമായി ഇവയെ വളർത്തുന്നുണ്ട്. അവയുടെ ജനിതക പഠനങ്ങൾ നടത്താൻ വെറ്ററിനറി സർവകലാശാലയെ ചുമതലപ്പെടുത്തും. കൊച്ചരിപ്പ, ഇടപ്പണ കോളനികളിൽ പട്ടികവർഗക്കാർ വളർത്തുന്ന ഉരുക്കൾക്ക് മരുന്നും ചികിത്സയും സൗജന്യമായി നൽകുന്ന പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലക്ഷണമൊത്ത തെന്മല കുള്ളൻ പശുക്കളെയും കർഷകരെയും മന്ത്രി ആദരിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മുരളി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജെ നജീബത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ, പഞ്ചായത്ത് അംഗങ്ങളായ മടത്തറ അനിൽ, പ്രജീഷ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ S അനിൽകുമാർ, ജില്ലാ മൃഗാശുപത്രി മേധാവി ഡോക്ടർ D ഷൈൻകുമാർ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ വിധുമോൾ, ഡോക്ടർ B സോജ, ഡോക്ടർ S ഷീജ, ഡോക്ടർ നിസാം, ഗിരീഷ്, സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. പോസ്റ്റ് ഓഫീസ് സമീപത്തു നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി സമാപിച്ചു. കരുനാഗപ്പള്ളി ടൗണിൽ ചേർന്ന കർഷക സമര ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം B ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പാരമ്പര്യമായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ പാരമ്പര്യ കൃഷി ഇടങ്ങളിൽ അവർക്ക് പാരമ്പര്യമായിട്ടുള്ള അറിവുകൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ പുതുതായി കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിലുമൊക്കെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് മണ്ഡികൾ എന്ന് പറയുന്നത് കിണവിലക്കാരാണെങ്കിൽ പോലും കുറച്ച് ആളുകൾക്ക് നമ്മുടെ ഇന്ത്യക്കാരായ കുറച്ച് ആളുകൾക്ക് ജീവിക്കാൻ, സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള അവസരം കൂടിയാണ്. അഡ്വക്കേറ്റ് മനു അധ്യക്ഷനായിരുന്നു. കർഷക സംഘം ഏരിയ സെക്രട്ടറി B സജീവൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് R അമ്പിളിക്കുട്ടൻ, PN വിജയകൃഷ്ണൻ, റെജി ഫോട്ടോ പാർക്ക്, കിസാൻ സഭ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PC സുനിൽ, കിസാൻ സഭ ഓച്ചിറ മണ്ഡലം സെക്രട്ടറി സുരേഷ് താണുവേലിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഇടത് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് നൂറിനാട്ട് ധർണ നടത്തിയത്. മേന്തി ഘടാവോ ദേശ് ബച്ചാവോ എന്ന മുദ്രാവാക്യമുയർത്തി ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നൂറിനാട്ട് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മുരളി തഴക്കര ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ കൃഷിക്കാരന് അവരുടെ കൃഷിയിടങ്ങളിൽ പോലുമുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന നിയമമാണ് കേന്ദ്ര ഗവൺമെന്റ്, മോഡിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കൃഷിഭൂമിയുടെ കർഷകനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന, എപ്പോ വേണമെങ്കിലും ഏത് കോർപ്പറേറ്റിനും ഏത് വൻകിട പുസ്തക മുതലാളിക്കും വാണിജ്യ മുതലാളിക്കും അല്ലെങ്കിൽ കാർഷിക മുതലാളിക്കും കൃഷിഭൂമി ഏറ്റെടുക്കാൻ തക്കവണ്ണം നിയമഭേദഗതി വരുത്തി കർഷകരെ കൃഷിയിടങ്ങളുടെ അവകാശത്തിൽ നിന്ന് പോലും പുറന്തള്ളുന്ന നിലപാട് സ്വീകരിച്ച മോഡി ഈ രാജ്യത്തിന്റെ ഘാതകനാണ്. ഏരിയ പ്രസിഡന്റ് S രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി R ശശികുമാർ സ്വാഗതം പറഞ്ഞു. G മധുസൂദനൻ, B A ശിവകുമാർ, R രഘുനാഥൻ, ഓമനക്കുട്ടൻ, KS രവി, ഷാജഹാൻ, സത്യവർമ്മ, സുരേഷ് കുമാർ, ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നത്തൂർ മാനാമ്പുഴ കളിയിൽ വീട്ടിൽ സുമംഗലയമ്മയാണ് മരിച്ചത്. പോരുവഴി അമ്പലത്ത് ഭാഗം തവണൂർക്കാവിന് സമീപമാണ് മൃതദേഹം കണ്ടത്. 4 ദിവസമായി ഇവരെ കാണാനില്ലായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി കാണാതായി വന്ന വയോധികയാണ് കനാലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കുന്നത്തൂർ മാനാമ്പുഴ കളീലിൽ വീട്ടിൽ സുമംഗലമ്മയാണ് പോരുവഴി അമ്പലത്തുംഭാഗം തവണൂർക്കാവിന് സമീപം കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുമംഗലമ്മയെ കാണാതായി ബന്ധുക്കളും ഇവരുടെ പരാതിയിൽ പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 6-ന് കനാലിൽ ബോഡി കാണപ്പെട്ടത്. വലിയ കനാലിന്റെ ഷട്ടറിന് സമീപമായിട്ടായിരുന്നു ബോഡി. കനാൽ തുടർന്നു വിട്ടതിനെ തുടർന്ന് പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ അമിതമായി വെള്ളം കയറിയിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ ഇറിഗേഷൻ വകുപ്പിൽ അറിയിച്ചതിനെ അടിസ്ഥാനത്തിൽ ശുചീകരണ പ്രവൃത്തികൾ ഏർപ്പെട്ടിരുന്നവർ എത്തി തവണൂർക്കാവിന് സമീപത്തെ ഷട്ടർ ഉയർത്തി വെള്ളം തുറന്നതോടെയാണ് മാലിന്യത്തോടൊപ്പം സമീപത്തായി അജ്ഞാതമായി സ്ത്രീയുടെ മൃതദേഹം കണ്ടത്. ഇന്ന ഭാഗത്ത് വെള്ളം കയറി, ഒരിക്കൽ പാടത്ത് വെള്ളം കയറി കൃഷിയെത്തിക്കുന്നു. പെട്ടെന്ന് ഒരു ഷട്ടർ പൊക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൊക്കാൻ വേണ്ടി അവിടുന്ന് തന്നെ വയ്ക്കിനകത്ത് കയറി ഈ ഷട്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഭയങ്കര ദുർഗന്ധം. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു കൈ മാത്രം മേപ്പോട്ടിരിക്കുന്നതായിട്ട് വന്നു. അങ്ങനെ അപ്പോഴേ ഞങ്ങൾ വിളിച്ചു, പറ്റ ആൾക്കാരെയൊക്കെ വിളിച്ചു, എൻ്റെ തീരുമാനം എടുത്തു. അപ്പോഴത്തേനെ മെമ്പറും പ്രസിഡന്റും എല്ലാവരും വന്നു. ഇവർ അറിയിച്ചതിനെ തുടർന്ന് ശൂരനാട് പോലീസും ശാസ്താംകോട്ട അഗ്നിരക്ഷാ സേനയും ചേർന്ന് ബോഡി കരയ്ക്കെടുത്തു. തുടർന്ന് അവിടെ എത്തിയ ബന്ധുക്കളാണ് കാണാതായ സുമംഗലമ്മയാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ,
ചക്കുവള്ളി. എന്റെ ഓച്ചിറ സാംസ്കാരിക വേദി ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണ അലമാര, ബ്ലഡ് ഡൊണേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. എന്റെ ഓച്ചിറ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടത്തിയത്. AM ആരിഫ് MP സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷണ അലമാരയുടെ ഉദ്ഘാടനം CR മഹേഷ് MLAയും ബ്ലഡ് ഡൊണേഷൻ മൊബൈൽ ആപ്പിന്റെ ഉദ്ഘാടനം U പ്രതിഭ MLAയും നിർവഹിച്ചു. നമ്മൾക്ക് പ്രൂവ് ചെയ്തവരെയാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും സന്തോഷകരമായ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഗ്രാമത്തിന്റെ ഹൃദയ താളമായി മാറിയിരിക്കുന്നതാണ് ആശാപ്രവർത്തകരും ഹരിതകർമ്മസേനയും. അവരാണ് ഫ്രണ്ടിൽ തന്നെ അവരെ വിളിച്ചിട്ടുള്ളത്. വലിയ സന്തോഷം. കാരണം നമ്മളൊന്നും മറന്നിട്ടല്ല, നമ്മള് എല്ലാവരെയും ചേർത്തുമുണ്ട്. എന്റെ ഓച്ചിറ എന്ന് പറയുന്നത് സാമൂഹ്യ സാംസ്കാരിക സേവന കലാസാഹിത്യ കായിക മേഖലകളിലെ നാടിന്റെ പ്രതിഭകളെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആദരിച്ചു. ഡോക്ടർ S. ആദിത്യ, അജയ് സരിഗമ, ജയേഷ് ജനാർദ്ദനൻ, ജഗദീഷ് ജനാർദ്ദനൻ, അബിൻ, റോഷൻ എ റഹ്മാൻ, ഹാഷിം ഹബീബുള്ള, ഷഹീറ നസീർ, സുധീർ അബ്ദുസലാം, അമർനാഥ് VP, അതുല്യനാഥ്, അൽത്വാഫ്, ബിജു ബി കടുവിനാൽ, പുതുപ്പള്ളി സെയ്ത, വരവിള ശ്രീനി, റെജി സദാനന്ദൻ, റഹ്മത്ത് H, പാറുക്കുട്ടി, റെജിയാർ കൃഷ്ണ, ശാലിനി കൃഷ്ണ, KPSC അഷ്റഫ്, കബീർ N. സെയിൻ, സത്താർ ആശാന്തിയത്ത, മിഥുൻ M, ജിത്തു J, റോഷിനി AS, അരുൺ നാരായൺ, ശ്രീജിത്ത്, ശ്രീദേവി ദിലീപ്, ലീന പ്രവീൺ എന്നിവരെയാണ് ആദരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ B. ശ്രീദേവി, രാധാമണി രാജൻ, S. പവനനാഥൻ, ഓച്ചിറ പഞ്ചായത്ത് അംഗം A. അജ്മൽ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആശാരാജ്, രാജീവ് പ്രേംകുമാർ, മഞ്ജു ജഗദീഷ്, ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ, നവാസ് വലിയ വീട്ടിൽ, NE സലാം, നൌഷാദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ലോക വൃക്ക ദിനാചരണം കൊട്ടിയത്ത് സംഘടിപ്പിച്ചു. കൊട്ടിയം ജീവാശുപത്രിയിലായിരുന്നു വൃക്കദിന പരിപാടി സംഘടിപ്പിച്ചത്. റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെയാണ് ദിനാചരണം നടത്തിയത്. കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവുത്തറിന്റെ അധ്യക്ഷതയിൽ നടന്ന ലോക വൃക്ക ദിനാചരണം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഇലക്ട് B. സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തെ നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ എപ്പോഴും അനർത്താണ്. നമ്മൾ എപ്പോഴും നല്ല ഇത് ചെയ്യണം, അത് ചെയ്യണം, നമ്മുടെ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സ്വന്തം ബിസിനസ്സിന് വേണ്ടി 10-20 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അവരെ നന്നായി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വലിയൊരു മഹത്തായ സ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഇൻവോൾവ് ആയിരിക്കുമ്പോഴും വൃക്കരോഗികൾ പിന്തുടരേണ്ട ഭക്ഷണക്രമം സംബന്ധിച്ച് ജീവ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷഹാന സലീം ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ബോഡിയിലുള്ള ഹോർമോൺസ്, അതേപോലെ സോഡിയം, പൊട്ടാസ്യം, ഇലക്ട്രിക് ബാലൻസ് എല്ലാം നടത്തുന്നത് വൃക്കയാണ്. ഇനി വൃക്ക രോഗികൾക്ക് ഉണ്ടാകുന്ന മെയിൻ രോഗലക്ഷണങ്ങൾ കണ്ണിലുള്ള നീര്, നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള നീര്, ഉറക്കക്കുറവ്, നടക്കുമ്പോൾ കിതപ്പുണ്ടാവുക, പിന്നെ യൂറിൻ്റെ അളവ് കുറയുക, യൂറിനകത്ത് രക്തം കലരുക, യൂറിൻ പതഞ്ഞു പോവുക, ഇതൊക്കെയാണ് മെയിൻ രോഗലക്ഷണങ്ങൾ. കൊട്ടിയം റോട്ടറി ക്ലബ് സെക്രട്ടറി എലക്ട് രാജൻ കൈനോ സ്വാഗതവും ജീവ ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്റ്റാഫ് ഗേളി നന്ദിയും പറഞ്ഞു. ജീവ ഹോസ്പിറ്റൽ ജനസേവ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ ഷാരോൺ ജോൺ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്റ്റാഫ് അൻസിയ, ലാബ് ടെക്നീഷ്യൻ സ്റ്റാഫ് ഷാഫിന, സുമയ്യ, ആമിന, PDS സ്റ്റാഫ് രേഷ്മ, റോട്ടറി ക്ലബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. പോരുവഴി മലനട ദുര്യോധന ക്ഷേത്രത്തിൽ സൂര്യപൊങ്കാല അർപ്പിച്ചു. മലക്കുട മഹോത്സവത്തിന്റെ കൊടിയേറ്റിന് മുന്നോടിയായാണ് സൂര്യപൊങ്കാല നടന്നത്. മലക്കുട മഹോത്സവം 22-ന് നടക്കും. ചരിത്രപ്രസിദ്ധവും ചിരപുരാതനവുമായ കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനട മലക്കുട മഹോത്സവത്തിന് കൊടിയേറ്റ് ആരംഭം കുറിച്ചാണ് സൂര്യപൊങ്കാല നടന്നത്. ആയിരങ്ങളെ സാക്ഷിയാക്കി ക്ഷേത്രത്തിലെ മുഖ്യ ഊരാളി കൃഷ്ണൻ ഭണ്ഡാരയടുപ്പ് തെളിച്ച് അതിൽ നിന്നും പകർന്നു നൽകിയ അഗ്നി ആർപ്പുവിളികളുടെയും വായ്ത്താരികളുടെയും അകമ്പടിയോടെ സൂര്യദേവനെ സാക്ഷിയാക്കി ഭക്തർ പൊങ്കാലയടുപ്പുകൾ കത്തിച്ചതോടെയാണ് ഈ വർഷത്തെ സൂര്യപൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങളാണ് മലയപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ സൂര്യപൊങ്കാലയർപ്പിച്ച് സായുജ്യമടയാൻ എത്തിച്ചേർന്നത്. 15-ന് രാത്രി 9-ന് മലക്കുട മഹോത്സവത്തിന് കൊടിയേറും. എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും കലാപരിപാടികളും അരങ്ങേറും. 22-നാണ് പ്രസിദ്ധമായ മലക്കുട മഹോത്സവം. 6 കരകളിൽ നിന്നായി വിവിധ വർണ്ണങ്ങളാൽ കെട്ടിയലങ്കരിച്ച് എഴുന്നള്ളിക്കുന്ന വലിയ എടുപ്പുകുതിരയും ദേശക്കാരും അണിയിച്ചൊരുക്കി മലയപ്പൂപ്പന് കാഴ്ചയർപ്പിക്കുന്ന നൂറുകണക്കിന് ചെറുതും വലുതുമായ നന്ദികേശ രൂപങ്ങളും വർണ്ണ പകിട്ടൊരുക്കി മലക്കുടയ്ക്ക് വിസ്മയക്കാഴ്ചയൊരുക്കി മികവേകും. തുടർന്ന് രാത്രി മെഗാ ഷോയും നടക്കും. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. നവീകരിച്ച കുണ്ടറ പുനക്കന്നൂർ കോണത്ത് ദേവി ക്ഷേത്രത്തിന്റെ സമർപ്പണം 15 മുതൽ 24 വരെ നടക്കും. ഇതോടനുബന്ധിച്ച് നവീകരണ കലശവും മകോത്സവവും നടക്കും. 22-നാണ് ബിംബപ്രതിഷ്ഠ. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.
നവീകരിച്ച കുണ്ടറ പുനിക്കന്നൂർ കോണത്ത് ദേവി ക്ഷേത്രത്തിന്റെ സമർപ്പണവും നവീകരണ കലശവും മകം ഉത്സവവും 15 മുതൽ 24 വരെ നടക്കും. ഭാരവാഹികൾ കുണ്ടറയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മാർച്ച് മാസം 15-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ ഇതിന്റെ ഈ പൂജാതി കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മാർച്ച് മാസം 22-ാം തീയതി രാവിലെ 9:40 കഴിഞ്ഞ് 11:45 ഇത് പ്രതിഷ്ഠിക്കുന്നു. തന്ത്രി മുഖത്തല നീലമണ ഇല്ലത്ത് വൈകുണ്ഠം വിഷ്ണുദത്ത് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. 17-ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സദസ്സ് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ G. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. 22-നാണ് പ്രതിഷ്ഠാ ദിനം. ബിംബപ്രതിഷ്ഠയ്ക്ക് തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ഭദ്രദീപം തെളിക്കും. ഉച്ചയ്ക്ക് സമൂഹ സദ്യയും വൈകിട്ട് താലപ്പൊലിയും ചമയവിളക്കും കലാപരിപാടികളും നടക്കും. 24-ന് രാവിലെ 7-ന് സമൂഹ പൊങ്കാലയോടെ ചടങ്ങുകൾ സമാപിക്കുമെന്ന് M. ഗോപിനാഥപിള്ള, B. ശ്രീകാന്ത് എന്നിവർ അറിയിച്ചു. ഏകദേശം 100 വർഷത്തിൽപ്പുറം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. 3 കരകളുടെ നടുക്കായിട്ടാണ്, ഒത്ത നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 കരകളുടെ ഒത്ത നടുക്കായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര സമർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് 7 ദിവസത്തെ ചടങ്ങുകളാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. 8 ദിവസത്തെ ചടങ്ങുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ അതിൻ്റെ ഉദ്ഘാടനമാണ്. ആദ്യത്തെ ദിവസത്തെ ചടങ്ങാണ്. 22-ാം തീയതിയാണ് അതിൻ്റെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പ്രതിഷ്ഠാകർമ്മം നടത്തപ്പെടുന്നത്. ഈ പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ ഭാഗമായി ഭദ്രദീപം തെളിയിക്കുന്നത് ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ പ്രതിഷ്ഠാകർമ്മത്തോടൊപ്പം തന്നെ ഉത്സവവും കൊണ്ടാടുന്നുണ്ട്. ഉത്സവത്തിൻ്റെ ഭാഗമായി ഗാനമേളയും 2 ദിവസത്തെ ഗാനമേളയും അതിനുശേഷം മറ്റ് കലാപരിപാടികളും വനിതാ സമാജം ഉൾപ്പെട്ടിട്ടുള്ള തിരുവാതിരയും ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് രംഗം ചൂടേറുന്നു. സ്ഥാനാർത്ഥികളുടെ പര്യടനം ആരംഭിച്ചു. മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥി പോരുവഴിയിലും കൊല്ലത്തെ സ്ഥാനാർത്ഥി ചാത്തന്നൂരിലും വോട്ട് തേടി. കർഷക സമരത്തിന് ഐക്യദാർഢ്യം. ഇടതുപക്ഷ കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും. സംസ്ഥാന വ്യാപകമായി സായാഹ്ന ധർണ. പോരുവഴി മലനട ക്ഷേത്രത്തിൽ സൂര്യപൊങ്കാല. മലക്കുട മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല. മലക്കുട മഹോത്സവം 22-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.